Hi friends, welcome to our new video. വെസ്റ്റേൺ സ്കോട്ടിഷ് ഹൈലാൻഡിലെ ലിനെ തടാകത്തിൻ്റെ തീരത്തുള്ള അതിമനോഹരമായ ഫോർട്ട് വില്യം എന്ന നഗരത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് ആണ് ഈ കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ കണ്ട ഫോർട്ട് വില്യം കാണാൻ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും യാത്രകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഫോർട്ട് വില്യമിന് അടുത്തുള്ളൊരു സ്ഥലത്താണ് ഇവിടെ ഞങ്ങൾ താമസിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കോറൻ ബങ്ക് ഹൗസ് എന്നതിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഫോർട്ട് വില്യമിനും ഗ്ലെൻകോയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഞങ്ങൾക്ക് അവിടെ കിട്ടി. കോറൻ ബങ്ക് ഹൗസ് ഇത് ബ്യൂട്ടിഫുള്ളി സിറ്റുവേറ്റഡ് ആണ്. കാരണം ഒരു ലോക്കിനെ ഫേസ് ചെയ്ത്, അതായത് തടാകത്തെ ഫേസ് ചെയ്ത് മലനിരകൾക്കിടയിലായിട്ടാണ് ഈ കോറൻ ബങ്ക് ഹൗസിൻ്റെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടൊരു ഫെറിയുമുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ. പക്ഷേ കൂടുതലും മഴയായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെ ആ ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ഞങ്ങൾക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. പിന്നെ അവിടെ നല്ലൊരു വലിയ കോൺഫറൻസ് ഹാളൊക്കെ ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ആ സോഷ്യൽ ബബിളിനുള്ളിൽ നമുക്ക് അവിടെ എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്യാം. കാർ പാർക്കിങ്ങിനും മറ്റും ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. കിച്ചൺ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് അവിടെ കുക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ആ സ്ഥലം കാണാനും. വളരെ കാം ആൻഡ് ക്വയറ്റ്. ഫെറി നിങ്ങൾക്ക് കാണാം, ബട്ട് അത് അത്ര ക്ലിയർ അല്ല. ക്ലൗഡി ആയതുകൊണ്ട് തന്നെ വിഷ്വൽസ് അത്ര ക്ലിയർ അല്ല. ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്നും ഒരു 7 to 8 മൈൽസ് ഉണ്ടായിരുന്നു ഫോർട്ട് വില്യം എന്ന പ്ലേസിലോട്ട്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നോക്കുന്നത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മഴവില്ലാണ്. ആ തടാകത്തിൻ്റെ കുറുകെ നല്ല അതിമനോഹരമായിട്ടുള്ള മഴവില്ല്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ആ മനോഹാരിത ആസ്വദിച്ച് അവിടെ കുറച്ച് നേരം ചിലവഴിച്ചു. ആ തടാകവും മഴവില്ലൊക്കെ നോക്കി കുറച്ച് നേരം നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് പയ്യെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങി മഴവില്ല്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. പതുക്കെ അത് മങ്ങിപ്പോകുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് കൗ ഹിൽ സർക്യൂട്ടിലോട്ടാണ്. അപ്പോൾ അതൊരു ഹില്ലി ഏരിയ ആണ്. ആ ഹില്ലിൻ്റെ മേളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ട് വില്യം എന്ന നഗരത്തിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. ലോക്ക് ലീനയും അതിനെ കവർ ചെയ്യുന്ന മലനിരകളും ആ ഫോർട്ട് വില്യത്തിൻ്റെ ഒരു ഓവർലുക്ക് ചെയ്യുന്ന ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ബെൻ നെവിസിൻ്റെ ആ പീക്കും നമുക്ക് കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ മേളിലോട്ട് കയറി നോക്കാം. അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള കുന്നാണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്കതിൻ്റെ മേളിലോട്ട് കയറി പോകാൻ പറ്റി, ആയാസരഹിതമായിട്ട് തന്നെ. പിന്നെ അതിൻ്റെ മേളിൽ ചെന്നിട്ടുള്ള കാഴ്ച അത് വളരെ മനോഹരമാണ്. ഫോർട്ട് വില്യത്തിൻ്റെ ചെറിയൊരു നഗരവും അതിനെ ചുറ്റിയൊഴുകുന്ന ലിനെ തടാകവും അതിന് ചുറ്റുമായിട്ടുള്ള മലനിരകളും എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. UK-യിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ടുള്ള ബെൻ നെവിസ് ഈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോർട്ട് വില്യത്തിനെ ഔട്ട്ഡോർ ക്യാപിറ്റൽ എന്നും, അതായത് UK-യിലെ ഔട്ട്ഡോർ ക്യാപിറ്റൽ എന്നും അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരിയേറെ പർവ്വതാരോഹകരും എന്താ പറയുക ഈ ക്ലൈംബിംഗ് ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഒത്തിരി പേര് ഈ ഏരിയയിൽ വരാറുണ്ട് ബെൻ നെവിസ് ക്ലൈംബ് ചെയ്യാനായിട്ട്.
പിന്നെ ബെന്നവിസിൻ്റെ ആ ഹൈക്കിലോട്ട് പോകാനായിട്ട് കേബിൾ കാർസൊക്കെ ഉണ്ട്. പക്ഷെ കാലാവസ്ഥ അനുകൂലമാവാത്തതിനാൽ ഞങ്ങൾ അതിൽ ഒന്നും പോയില്ല. കൗഹിൽ സർക്യൂട്ടിൻ്റെ പീക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ അതിൻ്റെ വലതുഭാഗത്തായിട്ട് നമുക്ക് UK ടോളസ്റ്റ് പീക്ക് ബെന്നവിസ് കാണാൻ പറ്റും. അതിൻ്റെ വാലിയിലായിട്ട് ഒരു ബെന്നവിസ് ഡിസ്റ്റിലറി ഉണ്ട്. പിന്നെ സമയപരിമിതി മൂലമൊന്നും ഞങ്ങൾക്ക് അവിടെയൊന്നും സന്ദർശിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ നിന്ന് ആ ഫോർട്ട് വില്യത്തിൻ്റെ അതിമനോഹരമായ വ്യൂ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ചു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ വിഷ്വൽസൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ട്രാവൽ അപ്ഡേറ്റ്സിനും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം പേജിലും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം പോയി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടിടാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ കീപ്പ് ഓൺ ട്രാവലിംഗ്.